മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഥകൾ അഥവാ ചിരിക്കഥകൾ. ഒരു വ്യവസായി വലിയ കടക്കണിയിൽപ്പെട്ടു. പലർക്കും പണം നൽകാമെന്ന് പറഞ്ഞ സമയത്ത് നൽകാൻ കഴിഞ്ഞില്ല. വ്യവസായം തന്നെ പൂട്ടിപ്പോകുമെന്ന നിലയിലായി. ഒരു ദിവസം അയാൾ പാർക്കിലിരിക്കുകയായിരുന്നു. എങ്ങനെ തൻ്റെ വ്യവസായം രക്ഷപ്പെടുത്താം എന്ന ചിന്തയായിരുന്നു അയാളുടെ തലയിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാന്യൻ അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, "നിങ്ങളെന്തോ കാര്യമായി അലട്ടുന്നുണ്ടല്ലോ?" വ്യവസായി തൻ്റെ കഥകളെല്ലാം വിവരിച്ചു. കഥ കേട്ട ശേഷം മാന്യൻ പറഞ്ഞു, "എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നു." അയാൾ വ്യവസായിയുടെ പേര് ചോദിച്ചു. കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ചെക്ക് ബുക്ക് എടുത്ത് ഒരു ചെക്ക് എഴുതി വ്യവസായിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, "ഈ പണമെടുത്ത് നിങ്ങൾ കടങ്ങളെല്ലാം വീട്ടി വ്യവസായം ആരംഭിച്ചുകൊള്ളൂ. കൃത്യം 1 വർഷം കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് വന്ന് ഈ പണം എനിക്ക് തിരിച്ചു തരണം." ഇത്രയും പറഞ്ഞ ശേഷം അയാൾ തിടുക്കത്തിൽ നടന്നുപോയി. വ്യവസായി ചെക്ക് നോക്കി. അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. $10 മില്യൺ ഒപ്പിട്ടിരിക്കുന്നത് റോക്ക്ഫെല്ലർ എന്നാണ്. ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി. എൻ്റെ കടങ്ങളെല്ലാം തീർക്കാൻ ഈ തുകയുടെ പകുതി മതി, വ്യവസായി ആശ്വസിച്ചു. പക്ഷേ അയാൾ ബാങ്കിൽ ചെന്ന് ചെക്ക് മാറി പണമാക്കിയില്ല. പകരം സേഫിൽ സുരക്ഷിതമായി വെച്ചു. ഇത്രയും പണം തൻ്റെ കയ്യിലുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ അയാൾ തനിക്ക് അസംസ്കൃത വിഭവങ്ങൾ തന്നിരുന്നവരോട് പുതിയ കരാറുണ്ടാക്കി. പണം കൊടുക്കുവാനുള്ളവരോട് കുറെ കൂടി നീണ്ട അവധി പറഞ്ഞു. തൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്ന കച്ചവടക്കാരോട് കുറെ അഡ്വാൻസ് വാങ്ങി. അധികം താമസിയാതെ അയാളുടെ വ്യവസായം പഴയ സ്ഥിതിയിലായി. ലാഭം കിട്ടിത്തുടങ്ങി. 1 വർഷം കഴിഞ്ഞു. റോക്ക്ഫെല്ലർ പറഞ്ഞ പോലെ വ്യവസായി പാർക്കിലെത്തി. റോക്ക്ഫെല്ലർ കൊടുത്ത പഴയ ചെക്ക് കയ്യിലുണ്ട്. തൻ്റെ വിജയകഥ അദ്ദേഹത്തോട് പറയാൻ അയാൾ ആവേശപൂർവ്വം കാത്തിരുന്നു. അധികം താമസിയാതെ റോക്ക്ഫെല്ലർ എത്തി. പെട്ടെന്ന് യൂണിഫോം ഇട്ടൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ വന്ന് വിളിച്ചു പറഞ്ഞു, "ദാ അയാൾ അവിടെയുണ്ട്." വേറൊരു സെക്യൂരിറ്റി ജീവനക്കാരനും അവിടെ എത്തി. "ക്ഷമിക്കണം," അവർ വ്യവസായിയോട് പറഞ്ഞു. "ഇയാൾ മാനസിക ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്താണ്. ഇയാളിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? താൻ റോക്ക്ഫെല്ലറാണെന്ന് പറഞ്ഞു നടക്കുകയാണ് ഇയാളുടെ പണി." ഇത് പറഞ്ഞ് അവർ 2 പേരും കൂടി അയാളെ കൂട്ടിക്കൊണ്ടുപോയി. വ്യവസായി സ്തബ്ധനായി നിന്നു. അയാൾ തന്ന ചെക്ക് നൽകിയ ആത്മവിശ്വാസമാണ് തന്നെ രക്ഷിച്ചത്. വികാരി അച്ഛന് സ്ഥലമാറ്റമാണ്. എല്ലാവർക്കും സമ്മതനായിരുന്ന അച്ഛന് ഉചിതമായ യാത്രയപ്പ് നൽകാൻ ഇടവകക്കാർ തീരുമാനിച്ചു. ഇടവകാംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ അടുത്ത ശനിയാഴ്ചയാണ് യോഗം. സമയം 5 മണി. ശനിയാഴ്ച 4:30 മണിയോടെ നാട്ടുകാർ യോഗസ്ഥലമായ പാരിഷ് ഹാളിൽ എത്തിത്തുടങ്ങി. 5 മണിയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയില്ല. 5 മണി കഴിഞ്ഞ് 10 മിനിറ്റായപ്പോൾ പ്രസിഡന്റിന്റെ ഫോൺ വന്നു. "ഞാൻ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയുടെ ഒരു കോൺഫറൻസിൽ ഇരിക്കുകയാണ്. എപ്പോഴാണ് യോഗം തീരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ യാത്രയപ്പ് യോഗം തുടങ്ങിക്കൊള്ളൂ. കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ അവിടെ എത്തിക്കൊള്ളാം." 5:30 യോഗം തുടങ്ങി. നിരവധി പേർ അച്ഛൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി പറഞ്ഞ് പ്രസംഗിച്ചു. വിവിധ സംഘടനകളുടെ വക സമ്മാനങ്ങളും നൽകി. ഇനി അച്ഛൻ്റെ മറുപടി പ്രസംഗവും നന്ദി പ്രസംഗവും മാത്രമേ ബാക്കിയുള്ളൂ. പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെ എത്തിയില്ല. ഇനി കാത്തു നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അച്ഛൻ മറുപടി പ്രസംഗം ആരംഭിച്ചു. "ഞാൻ ഇടവക വികാരിയായി ചാർജ് എടുത്ത ദിവസം എനിക്ക് നിങ്ങളെപ്പറ്റി അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല. അതിന് കാരണം എൻ്റെ അടുക്കൽ ആദ്യം കുമ്പസാരിച്ച ആളാണ്. 10 പ്രമാണങ്ങളും നിരവധി തവണ ലംഘിച്ചതിൻ്റെ കണക്ക് അയാൾ പറഞ്ഞു. വ്യഭിചാരവും കൊലപാതക ശ്രമം വരെയും അയാൾ നടത്തിയിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇങ്ങനെയുള്ള ഇടവകയിലാണല്ലോ ഞാൻ വന്നു പെട്ടത്.
അച്ഛൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഓടിക്കെത്തിച്ചെത്തി. അച്ഛൻ ഉടനെ തന്നെ മൈക്ക് പ്രസിഡന്റിന് കൈമാറി. വൈകിയതിന് ക്ഷമാപണം നടത്തിക്കൊണ്ട് പ്രസിഡന്റ് പ്രസംഗം തുടങ്ങി. നമ്മുടെ പ്രിയങ്കരനായ വികാരിയച്ഛൻ്റെ യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കത് തീരാ ദുഃഖമായി തീർന്നേനെ. കാരണം ഇടവകയ്ക്കും നാടിനും വേണ്ടി വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത മഹാനാണ് അദ്ദേഹം. വ്യക്തിപരമായി എനിക്കൊരു പ്രത്യേക ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ഇടവകയിൽ വന്ന അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആദ്യമായി കുമ്പസാരിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. രാജന് 32 വയസ്സായിട്ടും വിവാഹം ഒന്നുമായില്ല. ഒരു ദിവസം സുഹൃത്ത് രാജനോട് ചോദിച്ചു, എടാ, നീ ഇതുവരെ കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടാണ്? നല്ലൊരു പെണ്ണിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ലേ? രാജൻ പറഞ്ഞു, സത്യത്തിൽ ഞാൻ പല പെണ്ണുങ്ങളെയും കണ്ടു, പലരെയും ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ അവരെയൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. സുഹൃത്ത് പറഞ്ഞു, ഇതാണോ വലിയ പ്രശ്നം? ഇത് പരിഹരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നിന്റെ അമ്മയെപ്പോലുള്ളൊരു പെണ്ണിനെ കണ്ടുപിടിക്കേ. അവളെ നിന്റെ അമ്മയ്ക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. 3-4 മാസം കഴിഞ്ഞ് സുഹൃത്ത് രാജനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, രാജ, നീ ഇതുവരെയും ഞാൻ പറഞ്ഞ രീതിയിലുള്ളൊരു പെണ്ണിനെ കണ്ടുപിടിച്ചില്ലേ? രാജൻ നിരാശയോടെ പറഞ്ഞു, എൻ്റെ അമ്മയെപ്പോലുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടെത്തിയിരുന്നു. അമ്മയ്ക്ക് അവളെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെന്താണ് പ്രശ്നം? അവൾ അമ്മയെപ്പോലെ ആയതുകൊണ്ട് എൻ്റെ അച്ഛന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നല്ലവനായ വിൽസൺ മരിച്ചു. സ്വർഗ കവാടത്തിൽ വെച്ച് വിശുദ്ധ പത്രോസ് അദ്ദേഹത്തെ സസന്തോഷം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാഗതം വിൽസൺ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാം. വേണമെങ്കിൽ നരകത്തിൽ ഒരു സന്ദർശനം നടത്തിയ ശേഷം സ്വർഗത്തിലേക്ക് പോകാം. വിൽസൺ പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ നരകമൊന്ന് കണ്ടുകളയാം. അവർ രണ്ടുപേരും കൂടി താഴേക്കുള്ള കൽപ്പടവുകൾ ഇറങ്ങി. അവസാനം ഒരു കൂറ്റൻ വാതിലിന്റെ മുമ്പിലെത്തി. വിശുദ്ധ പത്രോസ് വാതിൽ തള്ളി തുറന്നു. നരകത്തിൽ അപ്പോൾ ഭക്ഷണ സമയമായിരുന്നു. വലിയൊരു മേശയുടെ മുമ്പിൽ എല്ലാവരും ഇരിക്കുന്നു. സ്വാദിഷ്ടമായ അനേകം വിഭവങ്ങൾ മേശയിൽ നിരത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ ആരുടെ മുഖത്തും സന്തോഷമില്ല. എല്ലാവരും ക്ഷീണിച്ച് അവശരായിരിക്കുന്നു. മുറുമുറുപ്പും ശകാരവചനങ്ങളും കേൾക്കുന്നു. വിൽസൺ അതിശയിച്ചുപോയി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എല്ലാവരുടെയും വലതു കൈയിൽ വളരെ നീളമുള്ളൊരു സ്പൂൺ കെട്ടിവെച്ചിരിക്കുന്നു. ഇടതു കൈയിൽ നീളമുള്ള ഫോർക്കും. ആർക്കും ഭക്ഷണമെടുത്ത് വായിൽ വയ്ക്കാൻ സാധിക്കുന്നില്ല. അതാണ് അവിടുത്തെ അവസ്ഥയുടെ കാരണം. വിശുദ്ധ പത്രോസും വിൽസണും നരകത്തിൽ നിന്നും തിരിച്ച് സ്വർഗത്തിലേക്ക് നടന്നു. വിൽസൺ പറഞ്ഞു, നരകവാസികളുടെ കാര്യം കഷ്ടം തന്നെ. നല്ല ഭക്ഷണമുണ്ടെങ്കിലും ആർക്കും കഴിക്കാൻ സാധിക്കുന്നില്ല. അവർ വിശപ്പ് കൊണ്ട് വലയുന്നു. അവർ സ്വർഗ കവാടത്തിൽ തിരിച്ചെത്തി. കവാടം തുറന്ന് അവർ അകത്തേക്ക് കയറി. സ്വർഗത്തിലും ഭക്ഷണത്തിൻ്റെ സമയമായിരുന്നു. എല്ലാവരും തീൻമേശയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നു. നരകത്തിലേതുപോലെ തന്നെ മേശയിൽ നിറയെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ. വിൽസൺ സൂക്ഷിച്ചു നോക്കിയപ്പോൾ നരകത്തിലെ പോലെ തന്നെ എല്ലാവരുടെ കയ്യിലും നീളമുള്ള സ്പൂണും ഫോർക്കും കെട്ടിവെച്ചിരിക്കുന്നു. പക്ഷേ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ശാപവാക്കുകൾക്കും മുറുമുറുപ്പുകൾക്കും പകരം ചിരിയും കളിത്തമാശ പറയലും. വിൽസൺ കാരണം കണ്ടുപിടിച്ചു. ഓരോരുത്തരും നീളമുള്ള സ്പൂൺ കൊണ്ട് ഭക്ഷണമെടുത്ത് വേറൊരാളുടെ വായിൽ വെച്ചു കൊടുക്കുന്നു. ഒരു ദിവസം ചിന്നനെലി മാളത്തിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ കൃഷിക്കാരനും ഭാര്യയും ഒരു പൊതിയുമായി തോട്ടത്തിലേക്ക് വരുന്നത് കണ്ടു. തിന്നാൻ വലുതുമായിരിക്കും. ചിന്നൻ സന്തോഷിച്ചു. എന്നാൽ പൊതി തുറന്ന് അവർ ഒരു എലിക്കണി പുറത്തു വച്ചപ്പോൾ ചിന്നൻ ഞെട്ടിപ്പോയി. വീട്ടുകാർ പോയി കഴിഞ്ഞപ്പോൾ ചിന്നൻ പുറത്തിറങ്ങി വിളിച്ചു പറഞ്ഞു, തോട്ടത്തിൽ എലിക്കണി വെച്ചിട്ടുണ്ട്, തോട്ടത്തിൽ ഒരു എലിക്കണി വെച്ചിട്ടുണ്ട്. അത് കേട്ട് പൂവാലൻ കോഴി പറഞ്ഞു, മിസ്റ്റർ ചിന്നൻ, എലിക്കണി നിനക്ക് ഗുരുതരമായൊരു പ്രശ്നമാണ്. അത് എന്നെ ബാധിക്കില്ല.
ചിന്നൻ തടിയൻ പന്നിയുടെ അടുത്തേക്ക് ഓടി. അവൻ ഭീതിയോടെ പറഞ്ഞു, തോട്ടത്തിൽ ഒരു എലിക്കണി വെച്ചിട്ടുണ്ട്. തടിയൻ പന്നി പറഞ്ഞു, ചിന്ന, നിന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. നീ സൂക്ഷിച്ചു നടക്കണം. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ചിന്നൻ പിന്നീട് നന്ദിനി പശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, തോട്ടത്തിൽ ഒരു എലിക്കണി വെച്ചിട്ടുണ്ട്. നന്ദിനി പറഞ്ഞു, കഷ്ടമായല്ലോ ചിന്ന, നീ സൂക്ഷിക്കണം. എനിക്കിതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ദുഃഖിതനായ ചിന്നൻ തൻ്റെ മാളത്തിലേക്ക് പോയി. ആ രാത്രിയിൽ എലിക്കണി വീഴുന്ന ശബ്ദം കേട്ടു. വീട്ടുകാരൻ്റെ ഭാര്യ എലിക്കണിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഇരുട്ടായിരുന്നുകൊണ്ട് ഒന്നും വ്യക്തമായി കാണാൻ സാധിച്ചില്ല. കൊടിയ വിഷമുള്ള ഒരു പാമ്പിൻ്റെ വാലായിരുന്നു കെണിയിൽപ്പെട്ടത്. ഇതറിയാതെ അവൾ എലിക്കണി എടുത്തപ്പോൾ പാമ്പ് അവളുടെ കയ്യിൽ കുത്തി. അവൾ ബോധരഹിതയായി നിലത്ത് വീണു. ഭാര്യയെ കാണാഞ്ഞിട്ട് കൃഷിക്കാരൻ തോട്ടത്തിൽ വന്നപ്പോൾ അവൾ ബോധം കെട്ടുകിടക്കുന്നത് കണ്ടു. അടുത്തു തന്നെ എലിക്കണിയിൽപ്പെട്ട വാലുമായി ഒരു പാമ്പും. അയാൾ ഭാര്യയെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഗ്രാമത്തിലെ വിഷഹാരിയുടെ അടുത്തേക്ക് ഓടി. വിഷഹാരി വന്ന് പരിശോധിച്ചു. അയാൾ പറഞ്ഞു, ഭയങ്കര വിഷമുള്ള പാമ്പാണ് കടിച്ചിരിക്കുന്നത്. ഒരു കോഴിയെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്ത് മുറിച്ചിട്ട് പാമ്പിൻ്റെ കടിയേറ്റ ഭാഗത്ത് ചേർത്ത് പിടിക്കണം. കൃഷിക്കാരൻ ഉടനെ തന്നെ പൂവാലൻ കോഴിയെ പിടിച്ചുകൊണ്ടുവന്നു. വിഷഹാരി അവൻ്റെ കഴുത്ത് മുറിച്ച് പാമ്പിൻ്റെ കടിയേറ്റ ഭാഗത്ത് ചേർത്ത് വെച്ചു. പക്ഷേ ഭാര്യ അബോധാവസ്ഥയിൽ തന്നെ തുടർന്നു. വിവരമറിഞ്ഞ് ദൂരെ നിന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിത്തുടങ്ങി. അവർക്ക് ഭക്ഷണത്തിനായി കൃഷിക്കാരൻ പന്നിയെ കൊന്ന് കറിവെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കൃഷിക്കാരൻ്റെ ഭാര്യ മരിച്ചു. ഭാര്യയുടെ 16 അടിയന്തരത്തിന് ഭക്ഷണം കൊടുക്കുന്നതിനു വേണ്ടി അയാൾ നന്ദിനി പശുവിനെ കൊന്നു. ചിന്നനെലി തൻ്റെ മാളത്തിൽ നിന്നും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. വേറൊരാളുടെ പ്രശ്നം തന്നെ ബാധിക്കില്ലെന്ന് വിചാരിച്ചിരുന്നവരെല്ലാം അപകടത്തിലായി. സമൂഹത്തിലൊരു പ്രശ്നം എല്ലാവരുടെയും പ്രശ്നമാണ്. അത് കണ്ടില്ലെന്ന് നടിക്കുന്നവർ ശരിയായ സുഹൃത്തുക്കളല്ല. അമേരിക്കയിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഒരു ജോലിക്ക് അപേക്ഷ ക്ഷണിച്ചു. മനുഷ്യരെ കൊല്ലാനുള്ള ജോലിയായിരുന്നു അത്. വളരെയധികം അപേക്ഷകൾ കിട്ടി. ഡയറക്ടർ എല്ലാം പരിശോധിച്ച് 3 പേരെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവരിൽ 2 പേർ പുരുഷന്മാരും ഒരാൾ സ്ത്രീയുമായിരുന്നു. മുഖാമുഖത്തിന് ശേഷം പ്രാക്ടിക്കൽ ടെസ്റ്റായിരുന്നു. പുരുഷന്മാരിൽ ഒരാളെ വലിയൊരു ലോഹവാതിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു തോക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരീക്ഷണമാണിത്. ഈ മുറിക്കകത്ത് നിങ്ങളുടെ ഭാര്യ ഒരു കസാരയിൽ ഇരിപ്പുണ്ട്. അവളെ കൊല്ലണം. അയാൾ പറഞ്ഞു, എനിക്കെൻ്റെ ഭാര്യയെ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഈ ജോലിക്ക് പറ്റിയ ആളല്ല. നിങ്ങൾക്ക് പോകാം. ഭാര്യയും കൂടി വിളിച്ചുകൊള്ളൂ. രണ്ടാമനും ഇതേ നിർദ്ദേശം കൊടുത്തു. അയാൾ തോക്കുമായി അകത്തേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈ വിറയ്ക്കുന്നു. എനിക്കെൻ്റെ ഭാര്യയെ കൊല്ലാൻ സാധിക്കില്ല. ഡയറക്ടർ പറഞ്ഞു, എങ്കിൽ ഭാര്യയും കൂട്ടി നിങ്ങൾക്ക് പോകാം. അവസാനം സ്ത്രീയുടെ ഊഴമായി. ഡയറക്ടർ തോക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മുറിയിൽ നിങ്ങളുടെ ഭർത്താവ് ഒരു കസാരയിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ അകത്ത് കടന്ന് അയാളെ കൊല്ലണം. അവൾ തോക്കുമായി അകത്ത് കടന്നു. തോക്കിൻ്റെ കാഞ്ചി വലിക്കുന്ന ശബ്ദം പല പ്രാവശ്യം കേട്ടു. പിന്നീടകത്ത് ശബ്ദ കോലാഹലവും നിലവിളിയും കേട്ടു. കുറെ കഴിഞ്ഞ് എല്ലാം നിലച്ചു. വാതിൽ തുറന്ന് വിയർപ്പ് തുടച്ചുകൊണ്ട് ആ സ്ത്രീ പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു, തോക്കിൽ ഉണ്ടയില്ലായിരുന്നു. അതുകൊണ്ട് അയാളെ കസാര കൊണ്ട് അടിച്ചു കൊല്ലേണ്ടതായി വന്നു. പുലിയുടെ വിവാഹമാണ്. കാട്ടിലെ മൃഗങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഒരു എലി വന്ന് പറഞ്ഞു, സഹോദര, അഭിനന്ദനങ്ങൾ, എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. ഒരു പുലിയെ എലി സഹോദരൻ എന്ന് വിളിച്ചത് കേട്ട് അടുത്തുനിന്ന് വേറൊരു പുലി ചോദിച്ചു, ഏത് വകയിലാണടാ ഒരു പുലി നിന്റെ സഹോദരനാകുന്നത്? നീ വെറും ഒരു എലിയല്ലേ? എലി പറഞ്ഞു, എടോ,
ഞാനും ഒരു കാലത്ത് പുലിയായിരുന്നു, എൻ്റെ കല്യാണത്തിന് മുമ്പ്. ഒരു ദിവസം അയാൾ 19ാം നിലയിലുള്ള തൻ്റെ ഓഫീസിലിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരാൾ ഓടി വന്ന് വിളിച്ചു പറഞ്ഞു, ജോൺ, നിങ്ങളുടെ മകൾ എലീഷ ഒരു റോഡപകടത്തിൽപ്പെട്ട് താഴെ മരിച്ചു കിടക്കുന്നു. ഞെട്ടിപ്പോയ അയാൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഓഫീസിൻ്റെ ജനാലയിലൂടെ താഴേക്ക് ചാടി. താഴേക്ക് പതിക്കുന്നതിനിടയിൽ 14ാം നിലയിലെത്തിയപ്പോൾ തനിക്ക് അലീഷ എന്ന മകളില്ലെന്ന കാര്യം അയാൾ ഓർത്തു. 7ാം നിലയിലെത്തിയപ്പോൾ താൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഓർത്തു. നിലത്ത് പതിക്കാറായപ്പോൾ തൻ്റെ പേര് ജോൺ എന്നല്ലെന്നും ഓർമ്മിച്ചു. മേരിയും റോസും ഗ്രാമത്തിലെ വിദ്യാലയത്തിൽ പഠിച്ചിരുന്ന കാലത്ത് വലിയ കൂട്ടുകാരായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. മേരിയെ ഗ്രാമത്തിലുള്ളൊരു കർഷകനാണ് വിവാഹം കഴിച്ചത്. റോസിനെ നഗരത്തിലൊരു ബിസിനസ്സുകാരനും. വർഷങ്ങൾ ഏറെ കഴിഞ്ഞു. മേരിക്കും റോസിനും ഇപ്പോൾ 70 വയസ്സായി. ഒരു ദിവസം മേരിക്ക് റോസിൻ്റെ ഒരു കത്ത് ലഭിച്ചു. മേരിയെയും ഭർത്താവിനെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത്. തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായിരുന്നുകൊണ്ട് മേരി ഭർത്താവിനെയും കൂട്ടിപ്പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മേരിയും ഭർത്താവും റോസിൻ്റെ വീട്ടിലെത്തി. റോസ് തൻ്റെ വീടിൻ്റെ എല്ലാ മുക്കും മൂലയും മേരിയെ കാണിച്ചു. ഭർത്താക്കന്മാർ നാട്ടുകാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. റോസ് ഓരോ പ്രാവശ്യവും തൻ്റെ ഭർത്താവിനെ വിളിച്ചത് ഓരോരോ ഓമന പേരുകളാണ്. ചിലപ്പോൾ പൊന്നെ എന്ന് വിളിക്കും, ചിലപ്പോൾ മുത്തേ എന്ന് വിളിക്കും, ചിലപ്പോൾ ചക്കരേ എന്ന് വിളിക്കും. രാത്രിയിൽ മേരിയും റോസും ഒരു മുറിയിലാണ് കിടന്നത്. മേരി പറഞ്ഞു, റോസ്, നീ ഇപ്പോഴും മധുവിധ കാലത്താണെന്ന് തോന്നുന്നുവല്ലോ. ഭർത്താവിനെ ഓമന പേരുകളിലാണല്ലോ ഇപ്പോഴും വിളിക്കുന്നത്. സത്യത്തിൽ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു. അപ്പോൾ റോസ് പറഞ്ഞു, എൻ്റെ മേരി, സത്യം പറയാമല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ഞാൻ മറന്നുപോയിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പോൾ അയാളോട് വിളിപ്പേര് ചോദിച്ചാൽ അയാൾ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ടാണ് ഞാൻ പൊന്നേ, മുത്തേ, ചക്കരേ എന്നൊക്കെ വിളിക്കുന്നത്. ഗ്രാമസേവകൻ റിട്ടയർ ചെയ്യുകയാണ്. ചെറുപ്പക്കാരനായ പുതിയ ഗ്രാമസേവകൻ അവിടെ എത്തി. ഗ്രാമത്തിലെ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി 2 പേരും കൂടി ഒരു ദിവസം ഗൃഹസന്ദർശനം നടത്താൻ പോയി. ആദ്യത്തെ വീട്ടിലെത്തി. വീട്ടമ്മ കട്ടിലിൽ കിടക്കുകയാണ്. റിട്ടയർ ചെയ്യാൻ പോകുന്ന ഗ്രാമസേവകൻ ചോദിച്ചു, എന്താ മറിയ ചേട്ടത്തി, സുഖമല്ലേ? എന്തുണ്ട് വിശേഷം? എന്ത് പറയാനാ എൻ്റെ സാറേ, എൻ്റെ വയറ്റിൽ എപ്പോഴും വേദനയാണ്. മറിയ ചേട്ടത്തി പറഞ്ഞു, ചേട്ടത്തി ഒരു കാര്യം ചെയ്യേ, ഏത്തപ്പഴം കഴിക്കുന്നത് ദിവസത്തിൽ 1 മതി. കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് വയറുവേദന വരുന്നത്. സീനിയർ ഗ്രാമസേവകൻ പറഞ്ഞു. അടുത്ത വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പുതിയ ഗ്രാമസേവകൻ ചോദിച്ചു, സാർ, ആ സ്ത്രീയുടെ വയറുവേദനയുടെ കാരണം കൂടുതൽ പഴം കഴിക്കുന്നതുകൊണ്ടാണെന്ന് എങ്ങനെ മനസ്സിലായി? ആഹാ, അവരുടെ കട്ടിലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ ഡയറി താഴെ വീണു പോയത് താൻ കണ്ടില്ലായിരുന്നോ? അത് എടുക്കാൻ കുനിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ കട്ടിലിനടിയിൽ ഏത്തപ്പഴത്തിൻ്റെ തൊലി കുന്നുകൂടി കിടക്കുന്നത് കണ്ടു. കൂടുതൽ പഴം തിന്നുന്നതുകൊണ്ടാണ് വയറുവേദന ഉണ്ടാകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. സീനിയർ പറഞ്ഞു. ഹോ, സാറിൻ്റെ ബുദ്ധി അപാരം തന്നെ. അടുത്ത വീട്ടിൽ ഈ വിദ്യ ഞാൻ പരീക്ഷിക്കും, അയാൾ മനസ്സിൽ പറഞ്ഞു. അടുത്ത വീട് ഒരു ചെറുപ്പക്കാരിയുടേതായിരുന്നു. പതിവ് പോലെ സീനിയർ വിശേഷം തിരക്കി. എന്താ മേഴ്സി, സുഖമല്ലേ? മേഴ്സി പറഞ്ഞു, എന്താണെന്നറിയില്ല സാറേ, എനിക്ക് വലിയ ക്ഷീണം തോന്നുന്നു. ഒരു പണിയും ചെയ്യാൻ ശക്തിയില്ലാത്തതുപോലെ. പുതിയ ഗ്രാമസേവകൻ പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങൾ പള്ളിക്ക് വേണ്ടി വളരെയധികം പണി ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അതല്പം കുറയ്ക്കുക, ക്ഷീണം പതിയെ മാറിക്കൊള്ളും. സീനിയർ അതിശയത്തോടെ ജൂനിയറെ നോക്കി. പുറത്തേക്കിറങ്ങിയപ്പോൾ അയാൾ ചോദിച്ചു, താൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ജൂനിയർ പറഞ്ഞു, സർ, ആദ്യത്തെ വീട്ടിൽ ചെയ്ത വിദ്യ തന്നെ ഞാൻ ഇവിടെ പ്രയോഗിച്ചു.
എൻ്റെ ഡയറി ഞാൻ മനഃപൂർവ്വം താഴെയിട്ടു. അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ കട്ടിലിനടിയിൽ പള്ളിയിലെ ഉപദേശിയെ കണ്ടു. ഒരു പേഴ്സണൽ മാനേജർ പ്രഭാത സവാരിക്കിടയിൽ ടിപ്പർ ലോറി ഇടിച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗ കവാടത്തിലെത്തി. വിശുദ്ധ പത്രോസ് അവിടെ തന്നെയുണ്ട്. സ്വാഗതം സാർ, വിശുദ്ധ പത്രോസ് പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പേഴ്സണൽ മാനേജർ സ്വർഗത്തിലെത്തുന്നത്. അതുകൊണ്ട് ദൈവവുമായി ഒന്ന് ചർച്ച ചെയ്തോട്ടെ. അതുവരെ ഈ ബെഞ്ചിലൊന്ന് വിശ്രമിക്കൂ. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ. വിശുദ്ധ പത്രോസ് അകത്തേക്ക് പോയി. 10 നിമിഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തി. സർ, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. നിങ്ങൾ ഒരു ദിവസം നരകത്തിലും ഒരു ദിവസം സ്വർഗത്തിലും താമസിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം. സത്യത്തിൽ എനിക്ക് സ്വർഗത്തിൽ കഴിയാനാണ് ഇഷ്ടം, പേഴ്സണൽ മാനേജർ പറഞ്ഞു. പക്ഷേ സാറിൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ തീരുമാനം ഇതാണ്, വിശുദ്ധ പത്രോസ് പറഞ്ഞു. അത് മാറ്റാൻ എനിക്കാവില്ല. ഇത്രയും പറഞ്ഞ ശേഷം പേഴ്സണൽ മാനേജറെ ഒരു ലിഫ്റ്റിൽ കയറ്റി താഴേക്ക് നരകത്തിലേക്ക് വിട്ടു. താഴെ എത്തി ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്നപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എങ്ങും നിറയെ പൂക്കളുള്ള തോട്ടം. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു ക്ലബ്ബ്. അവിടെ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ സഹപ്രവർത്തകർ ആർത്തുല്ലസിച്ച് നിൽക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ മദ്യം നിറച്ച ഗ്ലാസുണ്ട്. അവർ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് സ്വാഗതം ചെയ്തു. പിന്നീട് ഗോൾഫ് കളിക്കാൻ കൊണ്ടുപോയി. രാത്രിയിൽ അതിഗംഭീര ഡിന്നറും ഡാൻസും മറ്റും. ഡിന്നർ കഴിഞ്ഞ് നരകാധിപനായി ലൂസിഫറെ കണ്ടു. സുന്ദരനായിരുന്നു അദ്ദേഹം. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം. ഇടയ്ക്കിടയ്ക്ക് തമാശകൾ പൊട്ടിക്കുന്നു. രാത്രിയിൽ കിടക്കാൻ 5 നക്ഷത്ര ഹോട്ടലിന് വെല്ലുന്ന മുറി. പേഴ്സണൽ മാനേജർ സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം ബുഫേ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അദ്ദേഹം സ്വർഗത്തിലേക്ക് തിരിച്ചു. ലിഫ്റ്റിൻ്റെ കവാടം വരെ വന്ന് എല്ലാവരും അദ്ദേഹത്തെ യാത്രയച്ചു. സ്വർഗത്തിലെ താമസവും മോശമായിരുന്നില്ല. നല്ല ഭക്ഷണവും താമസവും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഗൗരവത്തോടെ നടക്കുന്നു. തൻ്റെ കൂട്ടുകാർ ആരും തന്നെ അവിടെയില്ല. ക്ലബ്ബും മദ്യവും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വിശുദ്ധ പത്രോസ് പേഴ്സണൽ മാനേജരെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ നരകവും സ്വർഗവും കണ്ടല്ലോ. ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്? പേഴ്സണൽ മാനേജർ പറഞ്ഞു. ഞാനാകെ കൺഫ്യൂഷനിലാണ്. നരകവും കൊള്ളാം, സ്വർഗവും കൊള്ളാം. എങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നരകമാണ്. വിശുദ്ധ പത്രോസ് നരകത്തിലേക്കുള്ള ലിഫ്റ്റിൻ്റെ വാതിൽ തുറന്ന് അദ്ദേഹത്തെ യാത്രയാക്കി. ലിഫ്റ്റ് നരകത്തിലെത്തി. വാതിൽ തുറന്നപ്പോൾ പ്രതീക്ഷിച്ച കാഴ്ചയല്ല കണ്ടത്. മരുഭൂമി പോലുള്ളൊരു പ്രദേശം. എങ്ങും ചപ്പുചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചപ്പുചവറുകൾ തരംതിരിച്ച് ചാക്കുകളിൽ നിറയ്ക്കുന്നു. അവരുടെ വേഷങ്ങൾ മുഷിഞ്ഞ് നാറിയതായിരുന്നു. പകച്ചു നിന്ന അദ്ദേഹത്തിൻ്റെ തോളത്ത് ഒരു കൈ വീണു. ലൂസിഫറായിരുന്നു അത്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, പേഴ്സണൽ മാനേജർ വിക്കി പറഞ്ഞു. ഇന്നലെ കണ്ട പൂന്തോട്ടവും ക്ലബ്ബും ഗോൾഫ് കോഴ്സും മറ്റും എവിടെ? ലൂസിഫർ പറഞ്ഞു. ഇന്നലെ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ഇന്ന് നിങ്ങൾ ഇവിടുത്തെ ജോലിക്കാരനാണ്. വേഗം പോയി അവരുടെ കൂടെ പണിയെടുക്ക്. ഒരാൾ രാവിലെ പൂമുഖത്തിരുന്ന് പേപ്പർ വായിക്കുകയായിരുന്നു. പെട്ടെന്ന് ചപ്പാത്തിക്കോൽ കൊണ്ടുള്ള അടി അയാളുടെ തലയിൽ വീണു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാര്യ കലി തുള്ളി നിൽക്കുന്നു. എന്താടി കാര്യം? തല തടവിക്കൊണ്ട് അയാൾ ചോദിച്ചു. ഇത് നോക്ക്, ജെന്നി എന്ന് പേരെഴുതിയൊരു കടലാസ് നിങ്ങളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടി. എടി, ജെന്നി എന്നത് ഒരു കുതിരയുടെ പേരാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കുതിരപ്പന്തയത്തിന് പോയിരുന്നില്ലേ? ആ കുതിരയിലാണ് ഞാൻ വാതുവെച്ചത്. ഹോ, അത് ശരി. ഞാൻ വിചാരിച്ചു. സോറി കേട്ടോ. 3 ദിവസം കഴിഞ്ഞ് അയാൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചപ്പാത്തിക്കോൽ വീണ്ടും തലയിൽ വീണു. എന്താ കാര്യം? നിങ്ങളുടെ കുതിര ഫോൺ ചെയ്തിരിക്കുന്നു. വിമാനം പുറപ്പെടാനുള്ള സമയമായി. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നും
സീറ്റുകൾ നേരെയാക്കണമെന്നും നിർദ്ദേശം വന്നു. സാവധാനം വിമാനം നീങ്ങി. റൺവേയിലെത്തിയപ്പോൾ വേഗത കൂടിക്കൂടി ആകാശത്തേക്ക് പൊങ്ങി. പറക്കേണ്ട ഉയരത്തിലെത്തിയപ്പോൾ സീറ്റ് ബെൽറ്റിന്റെ പടമുള്ള ചിത്രത്തിലെ ലൈറ്റ് അണഞ്ഞു. സീറ്റ് ബെൽറ്റുകൾ അഴിക്കുന്ന കടകട ശബ്ദം മുഴങ്ങി. എയർ ഹോസ്റ്റസ്മാർ ഭക്ഷണം കൊടുക്കേണ്ടെന്ന സമയമായി. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു. നമ്മുടെ വിമാനം ഒരു കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. എല്ലാവരും പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഇടുക. വീണ്ടും സീറ്റ് ബെൽറ്റ് ഇടുന്ന ശബ്ദം. വിമാനം ചെറുതായി ഉലഞ്ഞു തുടങ്ങി. പിന്നീട് ഉലച്ചിൽ കൂടിക്കൂടി വന്നു. മുകളിലിരുന്ന പെട്ടികൾ താഴെ വീണു. എല്ലാവരും പരിഭ്രാന്തരായി. ചിലർ കണ്ണടച്ച് പ്രാർത്ഥന തുടങ്ങി. ചിലർ സീറ്റിൽ മുറുകെ പിടിച്ച് മരണത്തെ അല്പം അകലെ കണ്ട പോലെ പേടിച്ചു വിറച്ചിരുന്നു. പക്ഷേ ഒരു കൊച്ചുകുട്ടി മാത്രം തൻ്റെ ചിത്രകഥയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ബഹളമൊന്നും അവളെ ബാധിച്ചില്ല. അവസാനം കൊടുങ്കാറ്റ് ശമിച്ചു. എല്ലാം സാധാരണ നിലയിലായി. യാത്രക്കാർക്ക് ഭക്ഷണം കിട്ടി. വിമാനം ലക്ഷ്യസ്ഥാനത്തെത്തി. എല്ലാവരും പുറത്തിറങ്ങാൻ തിടുക്കം കൂട്ടി. അപ്പോഴും ആ കുട്ടി ചിത്രകഥ വായിക്കുകയായിരുന്നു. ഒരു എയർ ഹോസ്റ്റസ് കുട്ടിയുടെ അടുത്തെത്തി ചോദിച്ചു, മോൾക്ക് പേടിയൊന്നും തോന്നിയില്ലേ? കുട്ടി പറഞ്ഞു, എന്തിനു പേടിക്കണം? എൻ്റെ പപ്പയാണ് ഈ വിമാനത്തിൻ്റെ പൈലറ്റ്. പപ്പ ഒരു കുഴപ്പവും കൂടാതെ എന്നെ വീട്ടിലെത്തിക്കും. ഒരാൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ടയറിൻ്റെ കാറ്റ് തീർന്നു. കാർ സൈഡിൽ ഒതുക്കിയ ശേഷം അയാൾ പുറത്തിറങ്ങി നോക്കി. ഇടതുവശത്തെ ടയറാണ് പഞ്ചറായത്. പഞ്ചറായ ടയറിൻ്റെ 4 നട്ടുകളും അഴിച്ച് ഓടയുടെ സ്ലാബിൽ വെച്ചു. ജാക്കി വെച്ച് കാർ പൊക്കിയ ശേഷം പഞ്ചറായ ടയർ മാറ്റി സ്പെയർ ടയർ ഇട്ടു. നട്ടുകളെടുക്കാൻ കൈനീട്ടിയപ്പോൾ കൈ തട്ടി 4 നട്ടുകളും താഴെയുള്ള ഓടയിലേക്ക് വീണു. ഓട താഴ്ചയുള്ളതും അഴുക്ക് നിറഞ്ഞതുമായിരുന്നു. അതുകൊണ്ട് നട്ടുകൾ എടുക്കാൻ പറ്റിയില്ല. ദുഃഖിതനായിരുന്ന അയാളുടെ അടുത്ത് ഒരു കുട്ടിയെത്തി കാര്യം ചോദിച്ചു. കുട്ടി പറഞ്ഞു, ചേട്ടനൊരു കാര്യം ചെയ്യേ, മറ്റ് 3 ടയറുകളിൽ നിന്നും ഓരോ നട്ട് ഊരിയെടുത്ത് ഈ ടയറിലേക്ക് ഇടുക. എന്നിട്ട് വണ്ടി ഓടിച്ചു പോയി ആദ്യം കാണുന്ന കടയിൽ നിന്ന് 4 നട്ടുകൾ വാങ്ങി ടയറുകളിലിട്. ഒരിക്കൽ കഴുത്തിൽ മുറിവുമായി ഒരു സ്ത്രീ ഡോക്ടറുടെ പക്കലെത്തി. അവർ പറഞ്ഞു, ഡോക്ടർ, എൻ്റെ ഭർത്താവ് എന്നും മദ്യപിച്ച് വീട്ടിൽ വന്ന ശേഷം എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു. കഴുത്തിലെ ഈ മുറിവ് അങ്ങനെ ഉണ്ടായതാണ്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ഡോക്ടർ പറഞ്ഞു, അക്കാര്യം ഞാൻ ഏറ്റു. ഒരു ഒറ്റമൂലി പ്രയോഗമുണ്ട്. നിങ്ങളുടെ ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ളു ഉപ്പിടുക. അതിനുശേഷം സ്പൂൺ കൊണ്ട് ഇളക്കുക. പിന്നീട് വെള്ളം വായിൽ കൊള്ളുക. 1/2 മണിക്കൂർ നേരം കഴിഞ്ഞ് തുപ്പിക്കളയുക. ഇത് ദിവസവും ചെയ്യണം. 2 ആഴ്ച കഴിഞ്ഞു. സ്ത്രീ സന്തോഷത്തിലായി. ഡോക്ടറുടെ അടുത്തെത്തി പറഞ്ഞു, ഡോക്ടറുടെ മരുന്നേറ്റു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ ഉപദ്രവിക്കുന്നില്ല. ഹാ, കണ്ടില്ലേ, വായ തുറക്കാതിരുന്നാലുള്ള ഗുണം. ഒരു ദിവസം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഫാക്ടറിയിലൂടെ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മതിലും ചാരി വെറുതെ നിൽക്കുന്നത് കണ്ടു. അദ്ദേഹം അവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിന്റെ ശമ്പളം എത്ര രൂപയാണ്? പെട്ടെന്നുള്ള ചോദ്യം കേട്ട് അയാൾ അതിശയിച്ചു. എങ്കിലും പറഞ്ഞു, 5000 രൂപ. എന്താണ് സാർ പ്രശ്നം? മറുപടി പറയാതെ തൻ്റെ പേഴ്സ് തുറന്ന് 15000 രൂപ എടുത്ത് അയാൾക്ക് കൊടുത്തുകൊണ്ട് ദേഷ്യത്തോടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു, ഇവിടെയുള്ളവർക്ക് പണി ചെയ്യാനാണ് ഞാൻ ശമ്പളം കൊടുക്കുന്നത്, അല്ലാതെ നിന്നെപ്പോലെ ഭിത്തിയിൽ ചാരി വെറുതെ നിൽക്കാനല്ല. ഇതാ 3 മാസത്തെ നിന്റെ ശമ്പളം. നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഗെറ്റ് ഔട്ട്. ചെറുപ്പക്കാരൻ പണം വാങ്ങി സ്ഥലം വിട്ടു. ചുറ്റും നിന്ന ജോലിക്കാരനോട് അദ്ദേഹം കടുത്ത സ്വരത്തിൽ പറഞ്ഞു, ഇത് എല്ലാവർക്കും ബാധകമാണെന്ന് ഓർക്കണം. കൂടി നിന്നവരിൽ ഒരാളോട് അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ ഞാൻ പുറത്താക്കിയവൻ ഏത് സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്? സർ, അത് കൊറിയർ കൊണ്ടുവന്ന പയ്യനായിരുന്നു. ഇവിടെ നിന്ന് അയക്കാനുള്ള കത്തുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അവൻ.
ബാലൻ കുളിക്കാൻ കയറിയപ്പോൾ ഡോർബെൽ അടിച്ചു. അയാൾ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, രാധേ, ആരാണെന്ന് നോക്കൂ. രാധ വാതിൽ തുറന്നപ്പോൾ അടുത്ത വീട്ടിലെ രാകേഷാണ്. സുന്ദരിയായ രാധയെ കണ്ടപ്പോൾ രാകേഷ് പറഞ്ഞു, ഒരു ചുംബനം തരാമെങ്കിൽ ഞാൻ 10,000 രൂപ തരാം. രാധ സ്തബ്ധയായി ഒരു നിമിഷം നിന്നു. പിന്നീട് 10,000 രൂപയുടെ കാര്യമോർത്തു. അവർ രാകേഷിന് ചുംബിച്ചു. രാകേഷ് 10,000 രൂപ രാധയ്ക്ക് കൊടുത്ത ശേഷം സ്ഥലം വിട്ടു. രാധ രൂപയുമായി വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ ബാലൻ കുളിമുറിയിൽ നിന്നും വിളിച്ചു ചോദിച്ചു, ആരായിരുന്നു അത് രാധേ? അടുത്ത വീട്ടിലെ രാകേഷ്. അത് ശരി, അവൻ എനിക്ക് നൽകാനുള്ള 10,000 രൂപയുടെ കാര്യം വല്ലതും പറഞ്ഞോ? സാജനും രാജനും സഹപ്രവർത്തകരാണ്. ഒരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് സാജൻ പറഞ്ഞു, ഞാൻ 6 മാസം ദൈർഘ്യമുള്ള ഒരു രാത്രികാല കോഴ്സിന് ചേർന്നു. നമുക്ക് അറിയാൻ വയ്യാത്ത വളരെയധികം കാര്യങ്ങൾ ആ കോഴ്സിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അത് കൊള്ളാമല്ലോ. ഗ്രഹാം ബെൽ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ല. 1876 ടെലിഫോൺ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. രാത്രികാല പഠനത്തിന് ചേരുകയാണെങ്കിൽ നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. 2-ാം ദിവസത്തെ സംഭാഷണം. രാജ, വിക്ടർ ഹ്യൂഗോ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ല. പാവങ്ങൾ എന്ന വിശ്വപ്രസിദ്ധ നോവൽ എഴുതിയ ഫ്രഞ്ച് എഴുത്തുകാരനാണ് അദ്ദേഹം. രാത്രി പഠനത്തിന് ചേരുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിനക്കറിയാൻ സാധിക്കും. 3-ാം ദിവസം. രാജ, അരുന്ധതി റോയ് ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ല. ബുക്കർ സമ്മാനം നേടിയ കേരളത്തിൽ വേരുകളുള്ള ഒരു ഇന്ത്യൻ എഴുത്തുകാരിയാണ് അവർ. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം സാജ. KC ബാലൻ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ലല്ലോ രാജ. അവനാണ് നിന്റെ ഭാര്യയെ കൊണ്ട് രാത്രിയിൽ സിനിമ കാണാനും ചുറ്റിക്കറങ്ങാനുമായി പോകുന്നത്. നിന്റെ രാത്രികാല കോഴ്സ് നിർത്തിയാൽ നിനക്ക് അതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. മാനസിക രോഗാശുപത്രി സന്ദർശിക്കാൻ ചെന്ന ജോൺ ഡോക്ടറോട് ചോദിച്ചു, ഒരു രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതിന് ഒരു ടെസ്റ്റ് ഉണ്ട്. ഒരു ബാത്ത് ടബിൽ വെള്ളം നിറച്ച ശേഷം ആ വെള്ളം വറ്റിക്കാൻ പറയും. 1 സ്പൂൺ, 1 കപ്പ്, 1 ബക്കറ്റ് എന്നിവ രോഗിക്ക് നൽകും. ആഹാ, അത് കൊള്ളാമല്ലോ. സ്ഥിരബുദ്ധിയുള്ള ഒരാൾ ബക്കറ്റ് ഉപയോഗിച്ച് വെള്ളം വറ്റിക്കും, അല്ലേ? അല്ല. സ്ഥിരബുദ്ധിയുള്ളവർ ടബിലെ വെള്ളം ഒഴുക്കിക്കളയാനുള്ള പ്ലഗ് തുറക്കും. നിങ്ങൾക്ക് സിംഗിൾ റൂം വേണോ അതോ ഡബിൾ റൂം വേണോ? ഒരു ഡോക്ടറും ഒരു വക്കീലും ഒരു കല്യാണ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ പലരും വന്ന് ഡോക്ടറോട് അവരുടെ രോഗത്തെപ്പറ്റി പറയുകയും ഡോക്ടറുടെ ഉപദേശം ആരായുകയും ചെയ്തു. ഡോക്ടർ അവയെല്ലാം കേട്ട് കഴിക്കേണ്ടുന്ന മരുന്നിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു. തിരക്കൊഴിഞ്ഞപ്പോൾ ഡോക്ടർ വക്കീലിനോട് ചോദിച്ചു, നിങ്ങൾ ഓഫീസിന് പുറത്തായിരിക്കുമ്പോൾ ആളുകൾ ഉപദേശം തേടിയാൽ എന്തു ചെയ്യും? വക്കീൽ പറഞ്ഞു, പിറ്റേ ദിവസം വക്കീൽ ഫീസിന്റെ ബിൽ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും. അത് കൊള്ളാമല്ലോ എന്ന് ഡോക്ടർ മനസ്സിൽ പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ തന്നെ കല്യാണ വിരുന്നിൽ വെച്ച് കണ്ട എല്ലാവർക്കും ബിൽ തയ്യാറാക്കി പോസ്റ്റ് ഓഫീസിലെത്തി. പോസ്റ്റ്മാൻ അപ്പോൾ അന്നത്തെ തപാലിൽ വന്നൊരു കത്ത് ഡോക്ടറെ ഏൽപ്പിച്ചു. അത് വക്കീലിന്റെ ബില്ലായിരുന്നു. ഒരു കർഷകന് എപ്പോഴും കുറ്റം പറയുന്ന ഭാര്യയുണ്ടായിരുന്നു. കർഷകൻ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തലേ ഉണ്ടാകൂ. തൻ്റെ കഴുതിയെ ഉപയോഗിച്ച് നിലമുഴുതുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ സ്വൈര്യം കിട്ടാറുള്ളൂ. ഒരു ദിവസം അയാൾ നിലമുഴുതുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഭക്ഷണവുമായി എത്തി. കഴുതയെ ഒരു മരത്തണലിൽ മാറ്റി നിർത്തി അയാൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ കുറ്റപ്പെടുത്തലും ശകാരവും തുടങ്ങി. കഴുത പെട്ടെന്ന് തൻ്റെ 2 പിൻകാലുകളും കൊണ്ട് അടുത്തു നിന്ന കർഷകന്റെ ഭാര്യയെ തൊഴിച്ചു. അവർ തെറിച്ചു വീണു. തല ഒരു കല്ലിലിടിച്ചു. അപ്പോൾ തന്നെ മരണം സംഭവിച്ചു. ശവസംസ്കാരം കഴിഞ്ഞ് ആളുകൾ അയാളോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ പുരോഹിതൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. സ്ത്രീകൾ യാത്ര പറയുമ്പോൾ ശരിയെന്ന മട്ടിൽ അയാൾ തലയാട്ടി.
എന്നാൽ പുരുഷന്മാർ യാത്ര പറയുമ്പോൾ ഇല്ല എന്ന മട്ടിൽ തലകുലുക്കി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പുരോഹിതൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സ്ത്രീകൾ യാത്ര പറയുമ്പോൾ ശരി എന്ന മട്ടിലും പുരുഷന്മാർ യാത്ര പറയുമ്പോൾ ഇല്ല എന്ന മട്ടിലും തലയാട്ടിയത്? അയാൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ വളരെ നല്ല സ്ത്രീയായിരുന്നു എന്ന് സ്ത്രീകൾ പറഞ്ഞപ്പോൾ ശരി എന്ന മട്ടിലും ആ കഴുതയെ കൊടുക്കാനുണ്ടോ എന്ന് പുരുഷന്മാർ ചോദിച്ചപ്പോൾ ഇല്ല എന്നും ഞാൻ പറഞ്ഞു. ഒരാൾ നിറത്തോക്കുമായി ഒരു ബാങ്കിൽ ചെന്ന് അവിടെയുള്ള പണമെല്ലാം എടുക്കാൻ പറഞ്ഞു. ബാങ്ക് ജീവനക്കാർ പണമെല്ലാം അയാൾ കൊണ്ടുവന്ന ചാക്കിൽ നിറച്ചു. ചാക്കുമായി പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരാളോട് ചോദിച്ചു, ഞാൻ ബാങ്ക് കൊള്ളയടിക്കുന്നത് നീ കണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ കണ്ടു. കൊള്ളക്കാരൻ അയാളുടെ നേരെ വെടിയുതിർത്തു. അയാൾ നിലത്ത് വീണ് മരിച്ചു. അടുത്തുനിന്ന ദമ്പതികളോട് കൊള്ളക്കാരൻ ചോദിച്ചു, നിങ്ങൾ കണ്ടോ? ഭർത്താവ് പറഞ്ഞു, ഞാൻ കണ്ടില്ല, പക്ഷേ എൻ്റെ ഭാര്യ കണ്ടു. മത്തായി ചേട്ടനും ഭാര്യ മറിയാമ്മയും വിശുദ്ധ നാടുകൾ സന്ദർശിക്കുകയായിരുന്നു. ജെറുസലേമിൽ വെച്ച് മറിയാമ്മയ്ക്ക് ഹൃദയാഘാതമുണ്ടായി. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ദുഃഖിതനായിരുന്ന മത്തായി ചേട്ടനോട് ടൂർ ഓപ്പറേറ്റർ ചോദിച്ചു, മൃതദേഹം ഇവിടെ സംസ്കരിക്കുകയാണോ അതോ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? ഇവിടെ സംസ്കരിക്കുകയാണെങ്കിൽ 5000 രൂപ ചെലവാക്കിയാൽ മതി. നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 1,00,000 രൂപ വേണ്ടിവരും. അല്പനേരം ആലോചിച്ച ശേഷം മത്തായി ചേട്ടൻ പറഞ്ഞു, നാട്ടിലേക്ക് കൊണ്ടുപോകണം. ജെറൂസലേമിൽ സംസ്കരിക്കുന്നത് റിസ്ക്കാണ്. ഇവിടെ സംസ്കരിക്കപ്പെട്ടാൽ ചിലപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേറ്റെന്ന് വരും. ഒരു ഇന്ത്യക്കാരൻ, ഒരു പാകിസ്ഥാൻകാരൻ, ഒരു ജർമ്മൻകാരൻ എന്നിവരെ സൗദി അറേബ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുസ്ഥലത്തിരുന്ന് മദ്യപിച്ചു എന്നതാണ് കുറ്റം. ചാട്ടവാറുകൊണ്ട് 20 അടിയാണ് സാധാരണ ശിക്ഷ. ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ഷെയ്ഖ് പറഞ്ഞു, ഇന്ന് എൻ്റെ 4ാമത്തെ ഭാര്യയുടെ 20ാം ജന്മദിനമാണ്. അതുകൊണ്ട് ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം പറയാം. ആ ആഗ്രഹം എന്തായാലും നടത്തിത്തരുന്നതായിരിക്കും. ആദ്യം ജർമ്മൻകാരനോട് ചോദിച്ചു, എന്താണ് നിന്റെ ആഗ്രഹം? ജർമ്മൻകാരൻ പറഞ്ഞു, എൻ്റെ പിറകുവശത്ത് ഒരു തലയണ കെട്ടിത്തരണം. അയാളുടെ പുറത്ത് തലയണ വെച്ച് കെട്ടി. പക്ഷേ 10 ചാട്ടവാറടി ഏറ്റപ്പോഴേക്കും തലയണ പൊട്ടിപ്പറിഞ്ഞുപോയി. ബാക്കി 10 അടി അയാളുടെ പുറത്തു തന്നെ വീണു. ചോരയൊലിപ്പിച്ചുകൊണ്ട് അയാൾ നടന്നുപോയി. അടുത്തത് പാകിസ്ഥാൻകാരൻ്റെ ഊഴമാണ്. അയാൾ പറഞ്ഞു, എൻ്റെ പുറത്ത് 2 തലയണ കെട്ടിത്തരണം. അതനുസരിച്ച് 2 തലയണ കെട്ടിക്കൊടുത്തു. പക്ഷേ 15 അടി കഴിഞ്ഞപ്പോഴേക്കും തലയണ പൊളിഞ്ഞു താഴെ വീണു. ഇനി ഇന്ത്യക്കാരൻ മാത്രമേ ഉള്ളൂ. അയാളോട് ഷെയ്ഖ് ചോദിച്ചു, പൗരാണികവും സുന്ദരവുമായൊരു രാജ്യമാണ് ഇന്ത്യ. വളരെ പുരാതന കാലത്ത് അറബികൾ ഇന്ത്യയുമായി കച്ചവടം നടത്തിയിരുന്നു. അതിനാൽ നിനക്ക് 2 ആഗ്രഹങ്ങൾ പറയാം. വളരെ നന്ദി പ്രഭു, ഇന്ത്യക്കാരൻ പറഞ്ഞു. എൻ്റെ 1ാമത്തെ ആഗ്രഹം ഇതാണ്, 20 അടിക്ക് പകരം 100 അടി എനിക്ക് തരണം. ഷെയ്ഖ് പറഞ്ഞു, നീ വളരെ ധൈര്യവാൻ തന്നെ. നിനക്കെൻ്റെ അഭിനന്ദനങ്ങൾ. എന്താണ് നിന്റെ 2ാമത്തെ ആഗ്രഹം? ഇന്ത്യക്കാരൻ പറഞ്ഞു, എൻ്റെ പുറത്ത് ആ പാകിസ്ഥാനിയെ വെച്ച് കെട്ടണം. ഒരു നഗരത്തിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഒരു മദ്യവ്യവസായി പള്ളിയുടെ അടുത്തുള്ള തൻ്റെ സ്ഥലത്ത് ഒരു ബാർ ഹോട്ടൽ തുടങ്ങാൻ തീരുമാനിച്ചു. പള്ളിയിലെ വികാരിയച്ഛനും ഇടവകക്കാരും ഈ നീക്കത്തെ എതിർത്തു. അവർ മേലധികാരികൾക്ക് പരാതി അയച്ചു. മദ്യശാല വരാതിരിക്കുന്നതിന് ദിവസവും പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലി. പക്ഷേ ബാർ ഹോട്ടലിൻ്റെ കെട്ടിടം ദിനം പ്രതി ഉയർന്നുകൊണ്ടിരുന്നു. ഹോട്ടലിൻ്റെ പണി ഏതാണ്ട് തീരാറായി. ഒരു ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ അത് കത്തി നിലംപതിച്ചു. പള്ളിക്കാർ സന്തോഷിച്ചു. പക്ഷേ മദ്യവ്യവസായി കോടതിയിൽ കേസ് കൊടുത്തു. പള്ളിയിലെ പ്രാർത്ഥന മൂലമാണ് തൻ്റെ കെട്ടിടം നശിച്ചത്. അതുകൊണ്ട് കെട്ടിടം തകർന്നതിൻ്റെ ഉത്തരവാദിത്തം അവർക്കാണ്. അവരിൽ നിന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടണം.
പള്ളിക്കാർ എതിർ സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു വിധത്തിലും ഉത്തരവാദികളല്ല. പ്രാർത്ഥന മൂലമാണ് കെട്ടിടം നശിച്ചതെന്ന വാദം അസംബന്ധമാണ്. കേസുവാദം കേട്ട ജഡ്ജി പറഞ്ഞു, വിചിത്രമായൊരു കേസാണിത്. ഒരു വശത്ത് പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമുള്ള മദ്യവ്യവസായി, മറുവശത്ത് പ്രാർത്ഥനയിൽ ഒട്ടും വിശ്വാസമില്ലാത്ത പള്ളിക്കാർ. ഗൃഹനാഥൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തി. അയാളുടെ 3 കുട്ടികൾ മുറ്റത്ത് മണ്ണിൽ കളിക്കുന്നു. അവരുടെ ദേഹത്തും വസ്ത്രങ്ങളിലും ചെളി പുരണ്ടിരുന്നു. മുറ്റം മുഴുവൻ പ്ലാസ്റ്റിക് കവറുകളും ഇലകളും ചപ്പുചവറുകളും നിറഞ്ഞിരിക്കുന്നു. മുൻവശത്തെ വാതിൽ മലർക്കെ തുറന്നു കിടക്കുന്നു. മുറിയുടെ മൂലയിൽ വെച്ചിരുന്ന ഒരു ഫ്ലവർ വേസ് മറിഞ്ഞു വീണ് പൊട്ടിക്കിടക്കുന്നു. ടെലിവിഷനിൽ കാർട്ടൂൺ ചാനൽ ഉഗ്രശബ്ദത്തിൽ. കളിപ്പാട്ടങ്ങൾ അവിടെ എവിടെയായി ചിതറിക്കിടക്കുന്നു. കസേരകളുടെ കുഷ്യനുകൾ പലയിടത്തായി കിടക്കുന്നു. അടുക്കളയിലേക്ക് കയറിയപ്പോൾ കഴുകാനുള്ള പാത്രങ്ങൾ കുന്നുകൂടി കിടക്കുന്നു. മേശപ്പുറമെല്ലാം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമുള്ള അവസ്ഥയിൽ. ഫ്രിഡ്ജിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നു. പൊട്ടിയൊരു ഗ്ലാസ് നിലത്ത് ചിതറിക്കിടക്കുന്നു. ഭാര്യയെ അവിടെ എങ്ങും കാണാനില്ല. അയാൾ 1-ാം നിലയിലേക്ക് കയറി. ചവിട്ടുപടികൾ മുഴുവൻ കളിപ്പാട്ടങ്ങളും പുസ്തകങ്ങളും. ഭാര്യയ്ക്ക് എന്തു പറ്റി? അയാൾക്ക് ഉത്കണ്ഠയായി. എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുളിമുറിയിലെ ടാപ്പിൽ നിന്ന് വെള്ളമൊഴുകി കുളിമുറി നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നു. അയാൾ ബെഡ്റൂമിലേക്ക് കയറി. കട്ടിലിൽ കിടന്ന് ഭാര്യ ഒരു വനിതാ മാസിക വായിക്കുന്നു. അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഭാര്യ പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങളെന്നും കുറ്റപ്പെടുത്തി ചോദിക്കാറില്ലേ, നിനക്കിവിടെ എന്താണ് പണിയെന്ന്? ഇന്ന് ഞാൻ ഒരു പണിയും ചെയ്തില്ല. ഒരു ദിവസം ഗ്രാമത്തിൽ ഒരാളെത്തി പറഞ്ഞു, എനിക്ക് കുറെ കുരങ്ങുകളെ ആവശ്യമുണ്ട്. ഓരോ കുരങ്ങിനും 100 രൂപ വെച്ച് തരാം. ആ ഗ്രാമത്തിൽ ധാരാളം കുരങ്ങുകൾ ഉണ്ടായിരുന്നു. ഗ്രാമവാസികൾ കുരങ്ങുകളെ പിടിച്ച് അയാൾക്ക് കൊടുക്കുവാൻ തുടങ്ങി. ഓരോ കുരങ്ങിനും 100 രൂപ വെച്ച് അയാൾ അവർക്ക് കൊടുത്തു. അങ്ങനെ ആയിരക്കണക്കിന് കുരങ്ങന്മാർ അയാളുടെ കൂട്ടിലായി. ക്രമേണ കുരങ്ങന്മാരുടെ എണ്ണം ഗ്രാമത്തിൽ കുറഞ്ഞു. അപ്പോൾ അയാൾ അവരോട് പറഞ്ഞു, ഇനി ഓരോ കുരങ്ങിനും 200 രൂപ വെച്ച് തരാം. ഗ്രാമവാസികളുടെ ഉത്സാഹം വർദ്ധിച്ചു. പക്ഷേ കുറച്ച് കുരങ്ങന്മാരെ മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. പിന്നീട് കുരങ്ങന്മാരുടെ വില 300 രൂപയായി. ഗ്രാമവാസികൾ വനത്തിൽ ചെന്നു. കുറച്ച് കുരങ്ങന്മാരെ അവർക്ക് കിട്ടി. അവസാനം അയാൾ പറഞ്ഞു, എനിക്ക് നഗരത്തിലേക്ക് അത്യാവശ്യമായി പോകേണ്ടതുണ്ട്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇനി കിട്ടുന്ന കുരങ്ങന്മാർക്ക് 500 രൂപ വെച്ച് തരാം. കുരങ്ങന്മാരെ തൻ്റെ സഹായിയെ ഏൽപ്പിച്ച് അയാൾ നഗരത്തിലേക്ക് പോയി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ സഹായി വളരെ രഹസ്യമായി ഗ്രാമവാസികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വിദ്യ പറഞ്ഞു തരാം. ഈ കൂട്ടിൽ കിടക്കുന്ന കുരങ്ങന്മാരെ 400 രൂപ വെച്ച് നിങ്ങൾക്ക് തരാം. എൻ്റെ മുതലാളി വരുമ്പോൾ 500 രൂപയ്ക്ക് വിൽക്കാം. ഗ്രാമവാസികൾ ആലോചിച്ചപ്പോൾ അത് നല്ല കാര്യമാണെന്ന് തോന്നി. അവർ വീട്ടിൽ പോയി ഉണ്ടായിരുന്ന പണമെല്ലാം എടുത്തുകൊണ്ടുവന്നു. ചിലരാകട്ടെ ഭാര്യമാരുടെ ആഭരണം പണയം വെച്ച് രൂപ സംഘടിപ്പിച്ചു. പണമെല്ലാം സഹായിക്ക് കൊടുത്ത് കൂട്ടിലുള്ള കുരങ്ങന്മാരെ 400 രൂപയ്ക്ക് വാങ്ങി. പിറ്റേ ദിവസം സഹായിയെ കണ്ടില്ല. മുതലാളി ഒരിക്കലും തിരിച്ചു വന്നതുമില്ല. ഇങ്ങനെയാണ് ഓഹരി വിപണിയുടെ പ്രവർത്തനം. ഭാര്യയും ഭർത്താവും ചെറിയ വഴക്കിൽ തുടങ്ങി പറഞ്ഞ് വലിയ വഴക്കായി. പിന്നീട് 2 പേരും മിണ്ടാവൃതം ആരംഭിച്ചു. അത് വാശിയായി. താൻ ആദ്യം മിണ്ടില്ല എന്ന് 2 പേരും തീരുമാനിച്ചു. 2 ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഭർത്താവിന് അതിരാവിലെ 5 മണിക്ക് വഞ്ചിനാട് എക്സ്പ്രസ്സിൽ തിരുവനന്തപുരത്ത് പോകണം. തന്നെ 4 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന് ഭാര്യയോട് പറയാൻ അയാളുടെ വാശി സമ്മതിച്ചില്ല. പകരം ഒരു കുറിപ്പെഴുതി ഭാര്യയ്ക്ക് കാണാവുന്ന സ്ഥലത്ത് വെച്ചു. എന്നെ രാവിലെ 4 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കണം. പിറ്റേ ദിവസം ഭർത്താവ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ സമയം 7 മണി. ദേഷ്യത്തിൽ ഭാര്യയെ വഴക്ക് പറയാൻ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു കുറിപ്പ് കണ്ടു. സമയം 4 മണിയായി, എഴുന്നേൽക്കൂ.
മാത്തപ്പനും അന്തപ്പനും പള്ളിയിലേക്ക് പോവുകയാണ്. മാത്തപ്പൻ ചോദിച്ചു, എടാ, പ്രാർത്ഥിക്കുമ്പോൾ പുകവലിക്കുന്നത് ശരിയാണോ? നീ വികാരിയച്ഛനോട് ചോദിക്കേ. മാത്തപ്പൻ വികാരിയച്ഛനോട് ചോദിച്ചു, അച്ചോ, പ്രാർത്ഥിക്കുമ്പോൾ പുകവലിക്കാമോ? അത് ശരിയല്ല മാത്തപ്പ, അത് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അച്ഛൻ പറഞ്ഞ കാര്യം മാത്തപ്പൻ അന്തപ്പനോട് പറഞ്ഞു. നീ ചോദിച്ച ചോദ്യം ശരിയായില്ല. നീ എൻ്റെ കൂടെ വാ, ഞാൻ അച്ഛനോട് ചോദിക്കാം. അന്തപ്പൻ മാത്തപ്പനോട് പറഞ്ഞു. ഇരുവരും വികാരിയച്ഛൻ്റെ അടുത്തെത്തി. അച്ചോ, പുകവലിക്കുമ്പോൾ പ്രാർത്ഥിക്കാമോ? ഹേയ്, ഒരു കുഴപ്പവുമില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന 2 രോഗികൾ വൃദ്ധസദനത്തിലെ ആശുപത്രിയിലെ ഒരു മുറിയിലുണ്ടായിരുന്നു. ശ്വാസകോശത്തിലെ നീർക്കെട്ട് ഒഴുകിപ്പോകുന്നതിന് എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം കിടക്കയിൽ എഴുന്നേറ്റിരിക്കണമെന്ന് ഒരാളോട് ഡോക്ടർ നിർദ്ദേശിച്ചു. അയാളുടെ കിടക്ക മുറിയുടെ ഒരേ ഒരു ജനലിനടുത്തായിരുന്നു. ഇരുവരും എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കും. അവരുടെ കുടുംബത്തെപ്പറ്റിയും ഭാര്യമാരെപ്പറ്റിയും തങ്ങൾ ജോലി ചെയ്തിരുന്ന കാലത്തെപ്പറ്റിയും മറ്റും എന്നുവേണ്ട ഒരു 100,000 കാര്യങ്ങളെപ്പറ്റി അവർ സംസാരിക്കുമായിരുന്നു. കാരണം അവർക്ക് വേറൊന്നും ചെയ്യാനില്ലായിരുന്നു. കിടക്കയിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ ജാലകത്തിനടുത്തുള്ള രോഗി പുറത്തുള്ള കാഴ്ചകളെപ്പറ്റി വിശദമായി വിവരിക്കുമായിരുന്നു. എന്നും ഉച്ച കഴിഞ്ഞുള്ള സമയത്താണിത്. കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ വയ്യാത്ത ആൾ ഉച്ച കഴിഞ്ഞുള്ള ആ 1 മണിക്കൂർ നേരത്തിനു വേണ്ടി എന്നും കാത്തിരുന്നു. കാരണം വളരെ ഭംഗിയുള്ള കാഴ്ചകളെപ്പറ്റിയും വഴിയിൽ കൂടി നടന്നു പോകുന്നവരെ പറ്റിയും തടാകക്കരയിലുള്ള പൂന്തോട്ടത്തെപ്പറ്റിയും അയാൾ വർണ്ണിക്കുന്നത് കൂട്ടുകാരൻ വലിയ സന്തോഷത്തോടെ കേട്ടുകൊണ്ട് കിടന്നു. അകക്കണ്ണുകളിൽ അയാൾ അതെല്ലാം കണ്ടു. എപ്പോഴും മുകളിലുള്ള ഫാനിലേക്ക് മാത്രം നോക്കി കിടക്കാൻ വിധിക്കപ്പെട്ട അയാൾക്ക് അത് വളരെ സന്തോഷം നൽകി. താറാവുകളും മരയന്നങ്ങളും തടാകത്തിൽ നീന്തി തുടിക്കുന്നതും കുട്ടികൾ പെഡൽ ബോട്ടുകളിൽ കയറി തടാകത്തിൽ സഞ്ചരിക്കുന്നതും അല്പം അകലെയുള്ള അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് മീതെ വെൺമേഘക്കീറുകൾ നീങ്ങുന്നതും സൂര്യൻ അകലെയുള്ള മാമലകൾക്കപ്പുറത്ത് സാവധാനം അസ്തമിക്കുന്നതും മറ്റും ജാലകത്തിനരികിലുള്ള രോഗി വർണ്ണിച്ചപ്പോൾ രണ്ടാമൻ അതെല്ലാം മനസ്സിൽ കണ്ടു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒരു ദിവസം രാവിലെ നേഴ്സ് വന്നപ്പോൾ ഒന്നാമൻ്റെ ചേതനയേറ്റ ശരീരമാണ് കണ്ടത്. അയാൾ ഉറക്കത്തിൽ മരിച്ചുപോയിരുന്നു. ആസ്പത്രി ജീവനക്കാർ മരണാനന്തര ക്രിയകൾക്കായി ജഡം അവിടെ നിന്ന് മാറ്റി. പിറ്റേ ദിവസം നേഴ്സ് വന്നപ്പോൾ രണ്ടാമൻ പറഞ്ഞു, തനിക്ക് ജാലകത്തിനടുത്തുള്ള കട്ടിലേക്ക് മാറിയാൽ കൊള്ളാമെന്ന്. നേഴ്സ് അത് സമ്മതിച്ചു. അയാളെ ജാലകത്തിനടുത്തുള്ള കിടക്കയിലേക്ക് മാറ്റി. നേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ വളരെ പ്രയാസപ്പെട്ട് അയാൾ ജാലകത്തിലൂടെ വെളിയിലേക്ക് നോക്കി. തൊട്ടടുത്തുള്ള ഉയർന്ന കെട്ടിടത്തിൻ്റെ ഭിത്തിയല്ലാതെ മറ്റൊന്നും അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് നേഴ്സ് വന്നപ്പോൾ അയാൾ ചോദിച്ചു, എന്തിനാണ് മറ്റേയാൾ ഇല്ലാത്ത കാഴ്ചകളെപ്പറ്റി വളരെ ഭംഗിയായി വിവരിച്ചത്? അപ്പോൾ നേഴ്സ് പറഞ്ഞു, അയാൾ വാസ്തവത്തിൽ കാഴ്ചശക്തിയില്ലാത്ത ഒരാളായിരുന്നു. പുറത്തുള്ള ഭിത്തി പോലും അയാൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഒരുപക്ഷേ നിങ്ങൾ സന്തോഷവാനായിരിക്കാൻ വേണ്ടിയായിരിക്കും അയാൾ അങ്ങനെ വർണ്ണിച്ചത്. പുരാതന ഗ്രീസിൽ ബുദ്ധിശക്തിയിൽ സോക്രട്ടീസിനെ വെല്ലാൻ ആരും തന്നെ ഇല്ലായിരുന്നു. ഒരു ദിവസം സോക്രട്ടീസിൻ്റെ ഒരു സ്നേഹിതൻ ഓടി വന്ന് ചോദിച്ചു, സോക്രട്ടീസ്, ഡയോജനസിനെ പറ്റി ഞാൻ കേട്ടതെന്താണെന്ന് അറിയണോ? ഒരു നിമിഷം നിൽക്കൂ, സോക്രട്ടീസ് പറഞ്ഞു. അത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ 3 പരീക്ഷകൾ പാസ്സാകണം. പരീക്ഷയോ? അതെ, നിങ്ങൾ ഡയോജനസിനെ പറ്റി പറയുന്നതിന് മുമ്പ് 3 ഘട്ടത്തിലുള്ള പരീക്ഷ കടക്കണം. ഒന്നാമത്തേത് സത്യത്തിൻ്റെ ഘട്ടം. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം സത്യമാണെന്ന് ഉറപ്പാണോ? അതെനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ കേട്ട കാര്യമാണ്. ശരി, 2ാം ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങൾ കേട്ട കാര്യം നല്ലതാണോ? അല്ല, നേരെ മറിച്ചാണ്. ശരി, സത്യമാണോ എന്ന് അറിയാൻ വയ്യാത്ത ചീത്തയായ കാര്യമാണ്
ഡയോജനസിനെ പറ്റി നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചത്. ഇനി മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. നിങ്ങൾ കേട്ട കാര്യം എന്തെങ്കിലും തരത്തിൽ എനിക്ക് ഗുണപ്രദമാണോ? അതെനിക്കറിയില്ല. അപ്പോൾ അതാണ് കാര്യം, സോക്രട്ടീസ് പറഞ്ഞു. സത്യമാണെന്ന് ഉറപ്പില്ലാത്ത, നല്ലതല്ലാത്ത, എനിക്ക് ഉപയോഗമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ എന്തിനെന്നോട് പറയണം? ഒരു സന്ധ്യാസമയത്ത് ജോസഫ് തൻ്റെ പുതിയ കാർ ഹൈവേയിൽ കൂടി അതിവേഗത്തിൽ ഓടിക്കുകയാണ്. 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുമ്പോൾ തൻ്റെ പിന്നാലെ പോലീസ് ജീപ്പ് സൈറൻ മുഴക്കി ലൈറ്റ് മിന്നിച്ചുകൊണ്ട് പാഞ്ഞു വരുന്നത് കണ്ടു. അവർക്ക് പിടികൊടുക്കാതിരിക്കാൻ 120 കിലോമീറ്റർ അയാൾ കത്തിച്ചു വിട്ടു. കുറേ കഴിഞ്ഞ് അയാൾക്ക് തോന്നി, ഞാനെന്തിന് ഇവരോട് മത്സരിക്കണം? അവർ വേറെ എന്തോ അത്യാവശ്യ കാര്യത്തിന് പോവുകയായിരിക്കും. അയാൾ സ്പീഡ് കുറച്ച് കാർ റോഡരികിൽ ഒതുക്കി നിർത്തി. പോലീസ് ജീപ്പ് അയാളുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇൻസ്പെക്ടർ പുറത്തേക്കിറങ്ങി ജോസഫിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, നിങ്ങൾ ഓവർ സ്പീഡിലായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. എന്തിനാണ് ഇത്ര സ്പീഡിൽ ഓടിച്ചത്? ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു കാരണം പറയുകയാണെങ്കിൽ കേസ് ചാർജ് ചെയ്യാതെ നിങ്ങളെ വിട്ടേക്കാം. ജോസഫ് അല്പനേരം ആലോചിച്ച ശേഷം പറഞ്ഞു, സർ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. നിങ്ങൾ എന്നെ പിന്തുടർന്നു വരുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവളെ തിരിച്ചേൽപ്പിക്കാൻ കൊണ്ടുവരികയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചത്. ഗുഡ് നൈറ്റ് സർ. ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. ഒരു സ്ത്രീ വഴിയിൽ കൂടി നടന്നു പോവുകയായിരുന്നു. വഴിയരികിലുള്ള മരച്ചിനി തോട്ടത്തിൽ നിന്നും ആരോ കരയുന്നത് കേട്ടു. നോക്കിയപ്പോൾ ഒരു മുയലിൻ്റെ വാൽ കെണിയിൽപ്പെട്ട് കിടക്കുന്നു. മുയൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ ഇതിൽ നിന്നും രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 3 വരം തരാം. സ്ത്രീ കെണി പൊക്കി മുയലിനെ രക്ഷിച്ചു. നന്ദി പറഞ്ഞുകൊണ്ട് മുയൽ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓരോ വരത്തിനും വ്യവസ്ഥയുണ്ട്. എന്താണത്? നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ 10 ഇരട്ടി നിങ്ങളുടെ ഭർത്താവിന് കിട്ടും. അത് കുഴപ്പമില്ല. എങ്കിൽ വരം ചോദിച്ചുകൊള്ളൂ. ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരിയാകണമെന്നാണ് എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം. ആഗ്രഹം സാധിപ്പിച്ചു തരാം. പക്ഷേ നിങ്ങളുടെ ഭർത്താവ് ഈ ഭൂമിയിലെ അതിസുന്ദരനായ പുരുഷനായി തീരും. ഒരുപക്ഷെ സ്ത്രീകൾ അയാളെ വളയും. ഹോ, അത് കുഴപ്പമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ഞാനാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം വേറെ ആരുടെയും കൂടെ പോകില്ല. മുയൽ ഒരു മന്ത്രം ചൊല്ലി. അവൾ അതിസുന്ദരിയായി. രണ്ടാമത്തെ ആഗ്രഹം ഇതാണ്: ഈ ലോകത്തിലുള്ളവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ പണം എനിക്കുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളെക്കാൾ 10 ഇരട്ടി പണം നിങ്ങളുടെ ഭർത്താവിനുണ്ടാകും. ഹോ, അത് കുഴപ്പമില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ. എന്താണ് നിങ്ങളുടെ മൂന്നാമത്തെ ആഗ്രഹം? അല്പനേരം ആലോചിച്ച ശേഷം അവൾ പറഞ്ഞു, എനിക്കൊരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വരണം. മുയൽ ചിരിച്ചു. വരം നൽകിയ ശേഷം ഓടിമറഞ്ഞു. സ്ത്രീയുടെ ഭർത്താവിന് 10 ഇരട്ടി ചെറിയ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അതായത് സ്ത്രീക്കുണ്ടായതിൻ്റെ 10 ഇരട്ടി ശക്തിയുള്ളത്. നദിക്കരയിലുള്ള മരം വെട്ടുകയായിരുന്നു മരം വെട്ടുകാരൻ. പെട്ടെന്ന് കയ്യിൽ നിന്ന് കോടാലി വഴുതി നദിയിൽ വീണു. വളരെ ആഴമുള്ള കയത്തിലാണ് അത് പതിച്ചത്. അതെടുക്കാൻ ഒരു വഴിയുമില്ല. മരം വെട്ടി വിറകാക്കി വിറ്റില്ലെങ്കിൽ തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും പട്ടിണിയാകും. അയാൾ കരഞ്ഞുകൊണ്ട് നദീദേവതയെ പ്രാർത്ഥിച്ചു. അല്പനേരം കഴിഞ്ഞ് നദീദേവത പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് നീ കരയുന്നത്? നദീദേവത ചോദിച്ചു. അയാൾ കാര്യം പറഞ്ഞു. അലിവ് തോന്നിയ ദേവത നദിയിൽ മുങ്ങി. ഒരു സ്വർണ്ണ കോടാലിയുമായിട്ടാണ് ദേവത പൊങ്ങി വന്നത്. ഇതാണോ നിന്റെ കോടാലി? അല്ല, അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവത വീണ്ടും മുങ്ങി. ഇത്തവണ വെള്ളി കോടാലിയുമായിട്ടാണ് പൊങ്ങിയത്. അപ്പോഴും അയാൾ പറഞ്ഞു, ഇതല്ല എൻ്റെ കോടാലി. ദേവത വീണ്ടും നദിയിൽ മുങ്ങി ആ മരം വെട്ടിയുടെ സ്വന്തം കോടാലിയുമായി പൊങ്ങി. ഇത് തന്നെ എൻ്റെ കോടാലി, സന്തോഷത്തോടെ അയാൾ പറഞ്ഞു.
നീ സത്യസന്ധനായതുകൊണ്ട് ഈ 3 കോടാലികളും നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവത മറഞ്ഞു. 3 കോടാലികളുമായി അയാൾ തൻ്റെ വീട്ടിലെത്തി. സ്വർണ്ണ കോടാലിയും വെള്ളി കോടാലിയും വിറ്റ് അയാൾ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനികനായി തീർന്നു. കാലം കുറേ കഴിഞ്ഞു. ഒരു ദിവസം അയാൾ ഭാര്യയുമൊത്ത് നദിക്കരയിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഭാര്യ കാൽ വഴുതി നദിയിലെ കയത്തിൽ വീണു. അയാൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് നദീദേവതയെ പ്രാർത്ഥിച്ചു. ദേവത പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് നീ കരയുന്നത്? അയാൾ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ ദേവത നദിയിൽ മുങ്ങി. പൊങ്ങിയപ്പോൾ കയ്യിൽ ഐശ്വര്യറായി. ഇതാണോ നിന്റെ ഭാര്യ? ദേവത ചോദിച്ചു. അതെ. അല്പം ആലോചിച്ച ശേഷം മരം വെട്ടി പറഞ്ഞു. നദീദേവതയ്ക്ക് ദേഷ്യം വന്നു. നീ കള്ളം പറയുന്നു. പണക്കാരനായപ്പോൾ നിന്റെ സത്യസന്ധത എവിടെ പോയി? ദേവത ക്ഷമിക്കണം, അയാൾ പറഞ്ഞു. ഐശ്വര്യറായി അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് വീണ്ടും മുങ്ങി മറ്റൊരു സുന്ദരിയുമായി പൊങ്ങും. അതുമല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങ് വീണ്ടും മുങ്ങി എൻ്റെ സ്വന്തം ഭാര്യയുമായി പൊങ്ങും. ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് ഈ 3 പേരും നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് മറയും. ഒരു ഭാര്യയെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുന്ന എൻ്റെ സ്ഥിതി 3 ഭാര്യമാരുണ്ടായാൽ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. പ്രസിദ്ധമായൊരു പാദരക്ഷ വിപണനം ചെയ്യുന്ന അമേരിക്കൻ കമ്പനി 2 സെയിൽസ്മാൻമാരെ ആഫ്രിക്കയിലേക്ക് അയച്ചു. നൈജീരിയയിൽ വിമാനമിറങ്ങിയ അവരിൽ ഒരാൾ തെക്കോട്ടും മറ്റേയാൾ വടക്കോട്ടും യാത്ര തിരിച്ചു. വടക്കോട്ട് പോയ ആൾ പലയിടത്തും യാത്ര ചെയ്തു. ആരും തന്നെ ചെരുപ്പുകൾ ധരിക്കുന്നില്ല. അയാൾ വിചാരിച്ചു, ചെരുപ്പ് ധരിക്കുന്ന സ്വഭാവം ഇവർക്കില്ല. ഇവിടെ ചെരുപ്പ് കൊണ്ടുവന്നാൽ ആവശ്യക്കാരുണ്ടാകില്ല. അയാൾ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ ചെരുപ്പിന് ആവശ്യക്കാരും തന്നെ ഉണ്ടാവില്ല. കാരണം ആരും ഇവിടെ ചെരുപ്പ് ധരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എത്രയും വേഗം തിരിച്ചു പോരുകയാണ്. തെക്കോട്ട് പോയ ആൾ പലയിടത്തും യാത്ര ചെയ്തു. ആരും ചെരുപ്പുകൾ ധരിക്കുന്നതായി കണ്ടില്ല. അയാൾ ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ആർക്കും ചെരുപ്പില്ല. അതുകൊണ്ട് ചെരുപ്പിന് വിപണന സാധ്യത വളരെ കൂടുതലാണ്. ഉടനെ തന്നെ ഒരു കപ്പൽ നിറയെ ചെരുപ്പുകൾ അയക്കുക. 21-ാം വയസ്സിൽ കച്ചവടം നടത്തി പൊളിഞ്ഞു. 22-ാം വയസ്സിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു. 24-ാം വയസ്സിൽ വീണ്ടും കച്ചവടം തുടങ്ങി. അധികം താമസിയാതെ തന്നെ പൊളിഞ്ഞു. 26-ാം വയസ്സിൽ കാമുകി മരിച്ചു. 27-ാം വയസ്സിൽ മാനസിക രോഗമുണ്ടായി. 34-ാം വയസ്സിൽ പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റു. 45-ാം വയസ്സിൽ സെനറ്റിലേക്കുള്ള മത്സരത്തിൽ തോറ്റു. 49-ാം വയസ്സിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റു. 52-ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണ്. ആരാണ് ഇദ്ദേഹം എന്നല്ലേ? അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്രഹാം ലിങ്കൻ. ഒരു ദിവസം കേൾവിശക്തി പകുതി മാത്രമുള്ള ഒരു 4 വയസ്സുകാരൻ കയ്യിൽ ഒരു കുറിപ്പുമായി വീട്ടിലെത്തി. ടീച്ചറുടെ കുറിപ്പായിരുന്നു അത്. ഇവൻ മരമണ്ടനാണ്. ഇവനെ ഇനി ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല. അവൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ മണ്ടനല്ല, അവനെ ഞാൻ വീട്ടിലിരുത്തി പഠിപ്പിക്കും. ആ കുട്ടിയായിരുന്നു ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ തോമസ് ആൽവ എഡിസൺ. എഡിസന്റെ വിദ്യാഭ്യാസ കാലം 3 മാസം മാത്രമാണ്. പോരെങ്കിൽ കേൾവിക്കുറവും. അദ്ദേഹത്തിൻ്റെ പേരിൽ 1600ഓളം കണ്ടുപിടുത്തങ്ങൾ നിലവിലുണ്ട്. 1914 കോടിക്കണക്കിന് വിലയുള്ള എഡിസന്റെ ഫാക്ടറി കത്തിനശിച്ചു. അദ്ദേഹത്തിന് അന്ന് 67 വയസ്സ് പ്രായം. തൻ്റെ ഫാക്ടറി പുകച്ചുരുളുകളിൽ അമരുന്നത് കണ്ട് എഡിസൺ പറഞ്ഞു, തീപിടുത്തം ഒരു നല്ല കാര്യം തന്നെ. നമുക്ക് പറ്റിയ തെറ്റുകളെല്ലാം കത്തിപ്പോകും. നമുക്ക് പുതിയതായി ഒന്ന് തുടങ്ങുകയും ചെയ്യാം. മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഗ്രാമഫോൺ കണ്ടുപിടിച്ചു. ചിരിക്കാനും ചിന്തിക്കാനുമുള്ള കഥകൾ അഥവാ ചിരിക്കഥകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണും വരേക്കും
എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.